നമ്മൾ തൃശ്ശൂർക്കാർക്ക് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന ഒരേ ഒരു ബ്ലോക്കായിരിക്കും ആമ്പല്ലൂരിലേത്. അപ്പോൾ അത് കടന്നു കിട്ടുക എന്നുള്ളൊരു കടമ്പ തന്നെയാണ്. നമ്മളിപ്പോൾ കാണുന്നത് തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിയാണ്. പാലക്കാട് നിന്ന് വരുന്നവർ പാലം കയറാതെ നേരെ സ്ട്രെയിറ്റ് തന്നെ പോവുക. ലെഫ്റ്റ് റോഡ് കടക്കുക. അവിടെ ലെഫ്റ്റ് സൈഡിൽ ബെൻസിൻ്റെ ഷോറൂമൊക്കെ കാണാൻ സാധിക്കും. ആമ്പല്ലൂർ മാത്രമല്ല, നമുക്ക് പാലിയേക്കര ടോൾ വരെ എളുപ്പത്തിൽ കടക്കാം. അതും ടോൾ കൊടുക്കാതെ തന്നെ ഈ വഴിയിലൂടെ നമുക്ക് കടക്കാവുന്നതാണ്. മഴക്കാലത്ത് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. അതിൻ്റെ കുറച്ച് പൊട്ടലും ചീറ്റലൊക്കെ നമുക്ക് റോഡിൽ കാണാൻ പറ്റാവുന്നതാണ്. അവിടെ കുറച്ച് കടകളൊക്കെ കാണാൻ പറ്റും. ഈ ജംഗ്ഷനിലേക്കാണ് നമ്മൾ എത്തുക. നമ്മൾ കാറ് കണ്ട വഴി റൈറ്റിലേക്ക് എടുക്കുക. പിന്നെ ടൈല് വിരിച്ച വഴിയാണ്. ഈ വഴി കഴിഞ്ഞാൽ ഒരു പാലം കാണാവുന്നതാണ്. പെലക്കാട്ടുകര പാലമാണ് നമ്മൾ കാണുന്നത്. നേരെ സ്ട്രെയിറ്റ് തന്നെ പോവുക. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള റോഡാണ് കേട്ടോ ഇവിടെയൊക്കെ. നേരെ സ്ട്രെയിറ്റ് തന്നെ നമ്മൾ പോവാം. പിന്നെ ഹോസ്പിറ്റലിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. തുടർന്നെത്തുന്ന ജംഗ്ഷനിൽ നിന്നിട്ട് വേണം നമുക്ക് അടുത്ത യാത്ര തിരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ആ ജംഗ്ഷനിൽ നമുക്ക് റൈറ്റിലേക്ക് വേണം തിരിയാനായിട്ട്. അപ്പോൾ റൈറ്റിലേക്ക് തിരിയാം. ഈ റോഡ് നമ്മുടെ ആമ്പല്ലൂരിലേക്കാണ് എത്തിപ്പെടുന്നത്. വളരെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള വഴിയാണ്. ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമേ മോശമായിട്ടുള്ളതുള്ളൂ. ഈ വഴിയിലൂടെ നമുക്ക് നല്ല സുഖമായിട്ട് സഞ്ചരിക്കാവുന്നതാണ്. നമ്മൾ പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു അമ്പലം കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് ആമ്പല്ലൂരിലെ സിഗ്നലുണ്ടല്ലോ, സിഗ്നലിൻ്റെ ലെഫ്റ്റ് ഭാഗമാണത്. ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൻ്റെ നമുക്ക് സൈഡിലായിട്ട് ത്യാഗരാജ പോളിടെക്നിക് കോളേജൊക്കെ നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ നേരെ സ്ട്രെയിറ്റ് തന്നെ പോകാം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് അടുത്ത ജംഗ്ഷനിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പൊക്കെ കാണാനായിട്ട് പറ്റും. ഇത് ജംഗ്ഷൻ. അപ്പോൾ ആ തുടർന്ന് വരുന്നതാണ് നമ്മൾ പെട്രോൾ പമ്പായിട്ട് കാണുന്നത്. അവിടെ നിന്നും തുടർന്ന് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് പുതുക്കാട് അങ്കമാലി ഒരു ബോർഡ് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. അവിടെ നിന്നുള്ള റൈറ്റിലേക്ക് തിരിയാം. അവിടെ നിന്നൊരു ഏകദേശം ഒരു 2 കിലോമീറ്ററൊക്കെ ഉണ്ടാവും തോന്നുന്നു. നമ്മൾ നേരെ സ്ട്രെയിറ്റിൽ പോവാം. വളരെ തിരക്ക് കുറഞ്ഞൊരു അന്തരീക്ഷമാണ്. നമ്മൾ നേരെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകണമെങ്കിൽ ഒരു കയറ്റൊക്കെ കാണാൻ പറ്റും. ചെറിയ വളവോട് കൂടിയൊരു കയറ്റാണ്. നമ്മൾ ഭൂരിഭാഗം പേർക്കും ഈ വഴിയൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ വഴി ഇങ്ങനെ വീഡിയോ ഒക്കെ ഉള്ളത് നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമ്മൾ നേരെ എത്തിച്ചേരുന്നത് പുതുക്കാട് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ സൈഡിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ കടകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ നേരെ എത്തിച്ചേരുക നമ്മൾ പുതുക്കാട് സിഗ്നലിലേക്കാണ്. പുതുക്കാട് സിഗ്നലിൽ പള്ളി അതുപോലെ ഇതും നമ്മുടെ സെൻറ്റർ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതുക്കാട് സിഗ്നലിൽ തൊട്ട് മുമ്പിൽ എത്തിയിട്ടോ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എറണാകുളത്തേക്കുള്ള റൂട്ടാണ്. മിക്കവാറും ദിവസങ്ങൾ ഇവിടെ ആമ്പല്ലൂരിലെ ബ്ലോക്ക് ഇവിടം വരെ ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ പുതുക്കാട് കഴിഞ്ഞും കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക.